ഈ ഇടയ്ക്ക് ഒരു യാത്ര പോയപ്പോൾ കിട്ടിയൊരു പണിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ. അപ്പോൾ ഫുൾ ഒന്ന് കാണണേ. അതായത് നമ്മൾ പലപ്പോഴും നമുക്ക് ഫീഡിൽ വരാറുണ്ട് ട്രാവൽ വീഡിയോസ്. സ്പെഷ്യലി ഇപ്പോൾ പറയുകയാണെങ്കിൽ UK BRP ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ ഇല്ലാതെ പോകാൻ പറ്റുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് ഒരുപാട് വരാറുണ്ട്. ആ ലിസ്റ്റിൽ ഞാനൊരിക്കൽ കണ്ടപ്പോൾ അതിൽ ടർക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ശരി എന്നാൽ പിന്നെ ഈ രാജ്യം പിടിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് പ്ലാനിങ് ഒക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു കേട്ടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന UK സിറ്റിസൺസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജുകളും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ അതിൽ വായിച്ചപ്പോൾ ആക്ച്വലി കൊടുത്തിരിക്കുന്നത് യെസ് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്താൽ മതി, പോയാൽ മതി. പക്ഷേ അത് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മളിവിടെ നിന്ന് ട്രിപ്പെല്ലാം പ്ലാൻ ചെയ്തു, എല്ലാം ഓക്കെ ആയി. ജസ്റ്റ് ഒന്ന് റീഅഷ്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ടർക്കിയുടെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ ഒന്ന് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമുക്ക് പോകാൻ BRP മാത്രം പോരാ, പ്ലസ് നിങ്ങൾക്ക് ഈ വിസ കൂടെ വേണം. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേർക്ക് ഇന്ത്യൻ പാസ്പോർട്ടായിരുന്നു, BRP ആണുള്ളത്. അപ്പോൾ പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു വിസ എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണവും ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ വീഡിയോസ് ഇതുപോലെ വരുന്നുണ്ട്. അതല്ലാതെ പോസ്റ്റുകളായിട്ട് പലതും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവരിടുന്ന ടൈം ലൈൻ ഏതാണെന്ന് നമുക്കറിയില്ല. ഇവർ ഏത് സമയത്താണ് ഇട്ടതെന്ന് നമുക്കറിയില്ല. നമ്മളിത് കാണുമ്പോൾ റെലവൻറ്റ് ഇൻഫർമേഷൻ ആണെന്ന് കരുതുകയും ഇത് വെച്ച് എന്തെങ്കിലും പ്ലാനിങ്ങുകൾ ചെയ്തു കഴിഞ്ഞാൽ വെറുതെ പണി വാങ്ങിച്ച് പിടിക്കാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് എന്ത് കണ്ടാലും ഓക്കെയാണ്, ബട്ട് അതിൽ നിന്നും നമ്മുടെ ഒരു റീഅഷ്യൂറൻസ് എപ്പോഴും ഉണ്ടാവണം. നമ്മൾ ഏത് രാജ്യത്താണ് പോകുന്നത് അവരുടെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ ഒന്ന് കയറിയിട്ട് കമ്പൾസറി നമ്മുടെ എലിജിബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലുള്ള പണികൾ വരും. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇതുപോലെ പണി വന്നിട്ടില്ലെങ്കിൽ നല്ല കാര്യമാണ്, പക്ഷേ എനിക്ക് പണി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയത് ഇതുപോലെ ആരെങ്കിലും ശ്രദ്ധിക്കാതെ പോയാൽ ലാസ്റ്റ് ഡേ എയർപോർട്ടിൽ പോയി നിന്നിട്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരരുത്. അതിനാണ് ഈ വീഡിയോ. പിന്നെ വേറൊരു കാര്യം കൂടെ, ഞങ്ങൾ അവിടെ പോയി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുമ്പോഴും അവിടെയും ഞാനൊന്ന് ചോദിച്ചു, എൻക്വയറി ചെയ്തു, ഇങ്ങനെ ഒരു സംഭവം വന്ന് ലാസ്റ്റ് മിനിറ്റാണ് ഞങ്ങൾ എടുത്തതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു സമയത്ത് ആക്ച്വലി ഇങ്ങനെ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എപ്പോൾ മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യണം എന്നുള്ളൊരു ഇൻഫർമേഷൻ അവർ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരോടും പറയണം. അപ്പോൾ വീഡിയോസൊക്കെ കാണുന്നതും യൂസ്ഫുൾ ആണ്, എല്ലാം അടിപൊളിയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓൾവേസ് മേക്ക് ഷുവർ ബിഫോർ യു ട്രാവൽ വെറുതെ എക്സ്ട്രാ ചിലവുകളോ അല്ലെങ്കിൽ ട്രിപ്പ് തന്നെ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. സോ വീണ്ടും അടിപൊളി വീഡിയോസായിട്ട് വരാം. ഇത് യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. ലെറ്റ്സ് ടൈ അപ്പ്.